ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. നിൽക്ക് തട്ടി നീക്കി പോവല്ലേ എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യരുത് കേട്ടോ. എൻ്റെ ചാനൽ ഒരു പുതിയൊരു ചാനലാണ്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയറും കൂടി ചെയ്യണേ. അപ്പോൾ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചത്തേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കേണ്ടുള്ളൂ കേട്ടോ. അപ്പം ആരുമില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഇക്കാക്ക് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. കാര്യമായിട്ടുള്ള ആർഭാടങ്ങളൊന്നും ഫുഡിൽ ഞാൻ കണക്കാക്കാറില്ല. ഇക്കയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കറിയും മറ്റുമൊക്കെ വെക്കും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും എനിക്ക് മാത്രമായിട്ട് ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയാട്ടോ. കുട്ടികൾക്ക് പിന്നെ ആക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആദ്യം കഴിഞ്ഞു. ഇതിപ്പോൾ ഇനിയിപ്പോൾ ചോറ് അടുപ്പത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഞാൻ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കും, അത്ര തന്നെ കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അവിടേക്ക് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് ബെഡ്ഷീറ്റ് കുട്ടികൾ സ്കൂളിൽ പോയതാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും അവർ പോയി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇവിടെയും സെയിം, ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ഈ റൂമും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അപ്പുറത്തെ കുട്ടികളുടെ റൂമിലായിരിക്കും കൂടുതലും വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വന്ന് ഞാൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു വാഷ് മെഷീനിൽ. അപ്പോൾ അത് ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും എനിക്കൊരു പപ്പായ കിട്ടി. അപ്പോൾ എന്തായാലും ഇക്ക പോകുന്നേക്കാൻ മുമ്പ് അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇക്കാക്ക് അത് കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. കാര്യം എന്താണ്, പോവാൻ ടൈമായി എന്ന് പറഞ്ഞിട്ടേ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കൊണ്ട് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എന്നാണ് സത്യാവസ്ഥ. എൻ്റെ ചോറൊക്കെ ആയി. അപ്പോൾ ചോറൊക്കെ ആയി ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് നീക്കിയാൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് കറികൾ ആ ടൈമിൽ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കും, അത്ര തന്നെ. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കലില്ല പറഞ്ഞാൽ ഇന്നില്ല കേട്ടോ. കാര്യം കഴിക്കാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ അങ്ങനെ തോരാനൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ അത്യാവശ്യം ചളികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആയിക്കണു ഇത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതൊന്ന് ഓക്കെ ആക്കിയിട്ട് അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇക്ക അതേ പോവാൻ നിൽക്കുകയാണ്. എന്തായാലും ഒരു കട്ടൻ വെക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വേവ് അടുക്കളയിൽ കയറി ഒരു കട്ടൻ അങ്ങോട്ട് പാസ്സാക്കിയിട്ടാണ്. അങ്ങനെ ഇക്കാക്ക് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇക്ക പോവാനും സമയമായി എന്ന് പറഞ്ഞിട്ട് തിരക്കൂട്ടിക്കൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇക്ക ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 3:30-4 മണിക്കൊക്കെയാണ് കേട്ടോ ഒക്കെ വരുള്ളൂ. അതുവരെ വർക്ക് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇക്കയൊക്കെ പോയി കഴിഞ്ഞ് എൻ്റെ കുളീനെല്ലാം കഴിഞ്ഞ് ഞാനിത് സെറ്റായി. അത് കഴിയുമ്പോഴേക്കും ഒരു 4 മണിയാകുമ്പോഴേക്കും ഇക്ക വന്നു കേട്ടോ. ഇക്ക വന്നപ്പോൾ പിന്നെ എന്തായാലും ചായ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്കക്ക് ചായ വെച്ച് കൊടുത്തു. കുട്ടികളെ വിളിക്കാൻ പോകാൻ ടൈമായിട്ടാണ്. അപ്പോൾ പിള്ളേരിപ്പോൾ വരും, ഇക്ക വിളിച്ചിട്ട് വരും കേട്ടോ. ഏകദേശം ഇവിടെ ചായ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് അധികം കടുപ്പൊന്നും ഇഷ്ടമല്ല, എങ്കിൽ ലേറ്റാണ് ഇഷ്ടം. പക്ഷേ ഇക്കാക്കാണെങ്കിൽ നല്ല കടുപ്പും. അപ്പം ഇങ്ങനെ വയ്ക്കും, അത്രേ തന്നെയാണ്. പിന്നെന്താ, എനിക്കധികം ഇക്കാക്ക് എപ്പോഴും ഈ ചായ എപ്പോഴും ഇങ്ങനെ ആറ്റി കൊടുക്കണം എന്ന് പറയും കേട്ടോ. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്കങ്ങനെ ആറ്റണം അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ വന്നു. അപ്പോഴേക്കും ഇക്ക കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ എല്ലാം വേറെ ആക്കി വെക്കുകയാണ്. ഈ കരിവേപ്പില അതെല്ലാം തണ്ടൊക്കെ മാറ്റി ഒറ്റയ്ക്ക് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാത്രിയിൽ എന്തായാലും ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. അധികവും ദോശ തന്നെ കഴിക്കൽ. അപ്പോൾ ദോശയൊക്കെ ആക്കി കൊടുത്തു. ഇനിയിപ്പോൾ പോയിട്ട് രാത്രി ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വേറെ ഷീറ്റ് വിരിക്കണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളുടെ റൂമിൽ എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ 2 ദിവസം അപ്പുറത്ത് ഞാൻ കുട്ടികളുടെയും അതുപോലെ തന്നെ ഞങ്ങൾ കിടക്കുന്ന ബെഡ്ഷീറ്റും എല്ലാം 2 ദിവസം കൂടുമ്പോൾ മാറ്റലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഈ റൂമിലും ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഏകദേശം ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു, പണിയെല്ലാം ഒരുങ്ങി കഴിഞ്ഞു. പിന്നെ കുട്ടികളാണെങ്കിൽ പഠിച്ചൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളത്. ബൈ.